الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستن بسنته إلى يوم الدين وبعد. ഈ ഭൂമിയിലേക്ക് നാം ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നാം ഏവരും ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ഇവിടെ നാം നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത്രയും കാരുണ്യവാനായ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ദാനമായി തന്നതാണ്. നമ്മളുടെ ഈ ശരീരം, നമ്മളുടെ ആത്മാവ്, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ കുടുംബം എന്ന് വേണ്ട എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ദാനമായി തന്നിട്ടുണ്ട്. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ അത് ഏത് സന്ദർഭത്തിലും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാം. ആരോഗ്യമുള്ള മനുഷ്യൻ വളരെ വേഗത്തിൽ രോഗിയായി തീരും. സമ്പന്നനായ മനുഷ്യൻ ദരിദ്രനായി തീരും. മനസ്സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആള് വളരെ വേഗത്തിൽ മാനസിക സംഘർഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെടും. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിനോട് എല്ലായ്പ്പോഴും കൃതജ്ഞതയുള്ളവരായി, നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം. ലഇൻ ശകർതും ലഅസീദന്നകും. നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളിൽ അള്ളാഹു കൂടുതലായ നിലയിൽ വർധനവ് നൽകുമെന്നാണ്. അതോടൊപ്പം തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചക ജീവിതത്തിൽ നിലനിർത്തിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിനോട് നിരന്തരം അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഅ സഖ്തിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹമാണ് എന്റെ ജീവിതത്തിലുള്ളതെല്ലാം. അതെന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ആരോഗ്യകരമായ ജീവിതം അള്ളാഹു തന്നതാണ്. അത് നീങ്ങി അനാരോഗ്യത്തിന്റെ ജരാനരകളും പ്രയാസങ്ങളുമായി നരകിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി മറിയുന്നതിനെ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് എനിക്ക് തന്ന ഒരു അനുഗ്രഹവും നീ എന്നിൽ നിന്ന് നീക്കിക്കളയരുത്. ജീവിതത്തിൽ നീ നൽകിയതായ സൗഖ്യം, ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ അത് നീ നിലനിർത്തി തരണം. അതുപോലെ തന്നെ ആകസ്മികമായി ജീവിതത്തിലേക്ക് അരിച്ചിറങ്ങി വരുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, അവയിൽ നിന്നെല്ലാം നീ എന്നെ കാത്തു രക്ഷിക്കണം. നിന്റെ കോപമുണ്ടാകുന്ന എല്ലാ വഴികളിൽ നിന്നും, എല്ലാ മാർഗത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ്. റമളാനിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന അനുഗ്രഹപൂർണമായ സമയങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാം സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.